പാവക്ക വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, എന്തിനാണ് ക്യാഷ് കൊടുത്തിട്ട് ഈ കയ്പുള്ള പാവയ്ക്കൊക്കെ വാങ്ങിക്കുന്നത് എന്ന്. ഇപ്പോൾ ഞാൻ ചോദിക്കാറില്ല. കാരണം വളരെ ടേസ്റ്റി ആയിട്ട് പാവക്ക കൊണ്ട് കയ്പില്ലാത്ത മെഴുക്ക് പുരട്ടി നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടത് കുറച്ച് ചക്കക്കുരു, പിന്നെ ഒരു പാവയ്ക്കയാണ്. ഒരു ഇടികല്ല് കൊണ്ട് ചക്കക്കുരു ഒന്നങ്ങോട്ട് ഇടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാം. ഇനി തൊലി കളഞ്ഞ ചക്കക്കുരു നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ചക്കക്കുരുവും വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ചക്കക്കുരുവിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല, വെറും വെള്ളവും ചേർത്ത് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പാവക്ക 4ആയിട്ട് കീറി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇച്ചിരി കനത്തിൽ തന്നെ വെട്ടിയെടുക്കുക. നമ്മൾ അച്ചാറിനൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് കഴുകി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പാവക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒരു വിസിലിൽ വേവിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക. ചക്കക്കുരു നേരത്തെ നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് ഒറ്റ വിസിലിൽ തന്നെ നമ്മളെ പാവയ്ക്ക വെന്തോളൂ. പാവക്ക വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ നേരത്തെ പാവയ്ക്കയിൽ ഉപ്പ് ചേർത്ത് കൊണ്ട് അതിലുള്ള ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ചേർക്കാമെന്ന് കരുതിയിട്ടാണ്. ഇനി തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവും പാവയ്ക്കയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് പുളിയാണ്. ആ പുളി ചുടുവെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പാവയ്ക്കയും ചക്കക്കുരും ഒക്കെ ആ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചക്കക്കുരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും ആ പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും ഇതിൽ വരുന്നില്ല. ആ പുളിവെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.